എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. സാധാരണ ഇന്നും കുറച്ച് സീക്വൻസ് എല്ലാം കുറവായിരുന്നു, പെട്ടെന്ന് എല്ലാം തീർന്ന പോലെ തോന്നുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിയാവും, വലിയ ഒന്നും മനസ്സിലാവുള്ളൂ. എടുത്തു പറയത്തൊക്കെ ക്ലൈമാക്സ് സീൻ തന്നെയാണ് എടുത്തു പറയേണ്ടത്. പുതിയൊരു ക്രീച്ചർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും പക്ഷെ അത് ശരിയാകണില്ല. കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊരു ആവറേജ് അത്രേ ഉള്ളൂ, വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കുക. ഓവറോള് ഒരു ആവറേജ് അത്രേ ഉള്ളൂ. എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. സാധാരണ ഇന്നും കുറച്ച് സീക്വൻസ് എല്ലാം കുറവായിരുന്നു, പെട്ടെന്ന് എല്ലാം തീർന്ന പോലെ തോന്നുന്നു. വിഷ്വലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാക്കി കഥ സ്റ്റോറി വൈസ് എല്ലാം കുറച്ച് ഡൗൺ ആണ്. ഇത് കോവനൻറ്റിൻ്റെ ഒരു അടുത്തായിട്ടാണ് വന്നിട്ടുള്ളത്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, വേറെ വലിയ കണക്ഷനൊന്നുമില്ല, അതൊരു സെപ്പറേറ്റ് ഇതായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എടുത്തു പറയത്തൊക്കെ ഇവിടെ അതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ടെല്ലാം കൊള്ളാം, CG എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. അവസാന ക്ലൈമാക്സ് കൊള്ളായിരുന്നു. കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പേടിയാവും, അത്ര വലിയ ഒന്നും മനസ്സിലാവുള്ളൂ. വലിയ കഥയായിട്ടൊന്നുമില്ല, കുറച്ച് പേടിക്കാനും കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓവറോൾ ത്രില്ലിംഗ് ആണ്. എടുത്തു പറയാൻ അങ്ങനെ എടുത്ത് പറഞ്ഞ് ഞാനൊന്നും കളയുന്നില്ല. കൊള്ളാം, നല്ല പടമാണ്. ഹൈപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈപ്പ് ഞാൻ അങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും അധികം കണ്ടില്ല, ജസ്റ്റ് 2-3 ട്രെയിലർ ഇവിടെ കണ്ട്, അത്രേ ഉള്ളൂ. തരുന്നത് അതുമായിട്ടൊരു കണക്ഷനുള്ള പടമാണ്. ഉണ്ട് ആണ്. സമയം പോയതൊന്നും അറിയില്ല, ലാഗ് അങ്ങനെയൊന്നുമില്ല. നല്ല പടം. നല്ലൊരു ഫിലിമാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടും നല്ലോണം എൻഗേജിങ് ആയിരുന്നു. ക്ലൈമാക്സ് വീണ്ടും നല്ലോണം എൻഗേജിങ്. നല്ല പടമാണ്. വിഷ്വലൊക്കെ അടിപൊളിയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു നല്ല തിയേറ്ററിൽ നിന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. വർത്താണ്, കാണുന്നതിൽ വർത്താണ്. എടുത്തു പറയത്തൊക്കെ ക്ലൈമാക്സ് സീൻ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏലിയൻ അല്ലാതെ വേറൊരാളും കൂടി വരുന്നുണ്ട്, അത് സസ്പെൻസാണ്. കുഴപ്പമില്ല, പഴയ മൂവിയുടെ അത്ര ഇല്ല, വേറൊരു മോഡൽ ആക്ഷനായിട്ട് എടുത്തിരിക്കുന്നു. സെയിം പ്ലോട്ടൊക്കെ തന്നെ, വേറെ കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ കൊള്ളാം. കാരണം ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിലൊക്കെ കൊണ്ട് എൻ്റെ ചെയ്യുന്നത്. ഹൈപ്പ് ഉണ്ടായിരുന്നു, ബട്ട് ആ ഒരു ഫ്ലോയിലങ്ങ് പോകും. പിന്നെ പഴയ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ട്. പിന്നെ സെയിം സ്റ്റോറി, സെയിം പ്ലോട്ട്, അങ്ങനെയാണ് പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എടുത്തു പറയാനായിട്ടൊന്നുമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, ത്രില്ലിംഗ് ഒക്കെ തന്നെ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ചെറിയൊരു എൻഡിങ് കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഒന്നും കൂടെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണ പോലെ തോന്നിക്കും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സെയിം സ്റ്റോറിയൊക്കെ തന്നെ, ആ ഒരു പ്ലോട്ട് ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുള്ളൂ. ഒരു വേറൊരു വേൾഡ് കാണിച്ചിരിക്കുന്നത് അത്ര തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. അത് സെയിം സംഭവം തന്നെ. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു മീഡിയം റേഞ്ച് അങ്ങനെ. കൊള്ളാം പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം, VFXും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ഹൊറർ മൂഡും എല്ലാ രീതിയിലും പക്കയായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കൊള്ളാം, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. ആ ഒരു ഇത് ഏലിയൻ്റെ ആ ഒരു തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ പോകുന്നുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു, പുതിയ സിനിമ പോലെയായിരുന്നു അനുഭവപ്പെട്ടത്. നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഉണ്ട്, കാണാം, മുതലാവും. കൊള്ളാം, നല്ല മൂവിയായിരുന്നു. പണ്ടത്തെ ഫ്രാഞ്ചൈസിൻ്റെ ഒക്കെ കുറച്ച് നോടൊക്കെ ഉണ്ട്, പിന്നെ കൊള്ളാം, ഒരുവിധം നല്ല മൂവിയായിരുന്നു. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പം എനിക്ക് അത്ര തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ കവനൻറ്റിൻ്റെ വെച്ച് നോക്കുമ്പം ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. അവസാനത്തെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഫസ്റ്റ് ഹാഫൊക്കെ കൊള്ളായിരുന്നു, വിഷ്വലി അമേസിങ്, ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഏലിയൻ 1ഉം ഏലിയൻ 2ൻ്റെ ബിറ്റ്വീനിൽ നടക്കുന്ന ഒരു ടൈം ലൈനാണ്. സ്റ്റോറി വൈസ് കുഴപ്പമില്ല, പക്ഷേ ആ ക്ലൈമാക്സ് ആണ് ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സ്, ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പേടിക്കാനുള്ള കുറേ എലമെൻസൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ക്ലാസിക് ആ ഒരു ഫീലുണ്ട്, 80s ആ ഏലിയൻ 1ലുള്ള ആ ഒരു വൈബൊക്കെ നമുക്ക് തോന്നും കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ട്രാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ ക്ലാസിക്കിൻ്റെ ഒരു ഫീലുണ്ട്. പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴാണ് ആ ഒരു വൈബൊക്കെ പോയ ഒരു ഫീല്. പിന്നെ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൈമാക്സ് ആണ് എനിക്കിത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. വിഷ്വലൊക്കെ അടിപൊളി, മൈൻഡ് ബ്ലോയിങ്, തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പർ, ഒരു രക്ഷയില്ല. ഒന്നും കൂടെ ഒന്ന് IMAX കാണണമെന്ന് എനിക്കുണ്ട്, എന്തായാലും തീർച്ചയായിട്ടും പോയി കാണും. വേർത്താണ്, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ സെക്കൻഡ് ഹാഫിലും ആ ക്ലൈമാക്സിലും മാത്രമേ ഉള്ളൂ. ഒരു പുതിയൊരു ക്രീച്ചർ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലും പക്ഷെ അത് ശരിയാകണില്ല. കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് നന്നായിരുന്നു, നല്ല പടമായിരുന്നു. പടത്തെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ നേരത്തെ മുമ്പത്തെ പാർട്ടുകൾ കണ്ടപോലെ തന്നെ അതേ ആ ഒരു സസ്പെൻസും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മറ്റേ ഈ സ്പേസിലുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഗ്രാവിറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എസ്പെഷ്യലി നമ്മളൊരു
ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെയാണ്. നേരത്തെ പ്രൊമത്യൂസും ഇതിൻ്റെ ബാക്കിയുള്ള പാട്ടും കണ്ടതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രത്തോളം ആ ഒരു ഹൈപ്പിനനുസരിച്ചില്ലെങ്കിലും ഐ റിയലി എൻജോയ് ചെയ്ത മൂവി.